രാജകുമാരി എന്റെ അടുത്തേക്ക് വാ വാ, ഞാൻ നിന്നെ വരവേൽക്കാൻ തയ്യാറാണ്. മാസ്റ്റർ മോട്ടു പത്ലു സഹായിക്കൂ, അയാൾ എനിക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. മോട്ടു ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ കൺട്രോൾ വരൂ, നമുക്ക് ഇവിടെ നിന്ന് ഒന്നിച്ച് ചേർന്ന് റോൾ ചെയ്ത് പോവാം. റോൾ 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 റോൾ. താങ്ക് യു മാസ്റ്റർ, അവർ മഞ്ഞിനടിയിൽ മൂടിപ്പോയി. രാജകുമാരി നമസ്കാരം, എല്ലാവരും നിങ്ങൾക്ക് വേണ്ടിയാണ് കാത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ ഐസ് സ്കേറ്റ് എടുത്തോട്ടെ? ഞാനിതാ കൊട്ടാരത്തിലേക്ക് പോകുന്നു. താങ്ക് യു മാസ്റ്റർ മോട്ടു പത്ലു, വേഗം വാ, ഇനിയൊരു അപകടവുമില്ല, നമ്മളിതാ എത്തിക്കഴിഞ്ഞു. ഞങ്ങള് രാജകുമാരിയെ കൊണ്ടുവന്ന ആൾക്കാരാ, നിങ്ങളുടെ സ്നോ ബൈക്ക് ഒന്ന് എടുത്തോട്ടെ. എടുത്തോളൂ, ഞങ്ങളുടെ അടുത്തുള്ളതെല്ലാം അദ്ദേഹത്തിന്റെ ആണല്ലോ. കൊട്ടാരം എവിടെയുള്ളത്? അങ്ങോട്ട് നോക്കിയേ, നല്ല ഉയരമുള്ള മല. പക്ഷേ അപ്പുറത്ത് സ്നോ ഒന്നും ഉണ്ടാവില്ല. നോ ഐസ്. താങ്ക് യു. രാജകുമാരി, ഞങ്ങളിതേ വരുന്നു. വിട് എന്നെ, വിട്, നീ വിടാൻ. രാജകുമാരി എവിടെയാണുള്ളത്? രാജകുമാരി എവിടെയാണുള്ളത്? രാജകുമാരി എവിടെയാണുള്ളത്? എവിടെ പോയി പെണ്ണ്? ഒരു പ്രാവശ്യം കൈ കിട്ടിയ നല്ല പെടപെടക്കും ഞാൻ. അത് അവളുടെ ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കും, ഒരിക്കലും അവള് മറക്കുകയില്ല. കൺട്രോൾ കൺട്രോൾ, അവള് രാജകുമാരിയാണ്. അല്ല, ഈ സ്നോമാന്റെ ബാക്ക് എന്താ അങ്ങനെ എപ്പോഴും ആടിക്കൊണ്ടിരിക്കുന്നേ? നമ്മൾ അവിടുന്ന് വരുമ്പോ ബാക്ക് അവിടെയായിരുന്നു, ഇവിടേക്ക് വന്നപ്പോഴും ബാക്കാ കാണുന്നത്. എങ്ങനെ ഇത് തിരിഞ്ഞത്? അവിടെയുണ്ട്, വിട്. ശരി, വാ പത്ലു. വിട്ടോ. രാജകുമാരി, ഞാൻ നിന്നെ പിന്നെ നോക്കിക്കോളാം. ആദ്യം ഇവർ രണ്ടുപേരെ ഞാൻ തീർത്തേക്കാം. ഞാൻ പറഞ്ഞില്ലേ, ജീവിതമുള്ളവരെ ആസ്വദിക്കണമെന്ന്. പിന്നീട് ഞാൻ അവസരം തന്നില്ല എന്ന് നിങ്ങൾ വിഷമിക്കരുത്. വേണ്ട വേണ്ട വേണ്ട. രാജകുമാരി, വരൂ, വേഗം ഇവിടുന്ന് പോവാം. ജീവനുള്ളത്ര നാളെ സന്തോഷമായിട്ട് ജീവിക്ക്. പിന്നീട് പറയരുത് ഞാൻ നിനക്ക് അവസരം തന്നില്ല എന്ന്. നിങ്ങൾ എന്നെ വീണ്ടും വീണ്ടും രക്ഷിച്ചിരിക്കുകയാണ്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കഷ്ടപ്പാടുകൾ നൽകിക്കൊണ്ടിരുന്നു. അത് സാരമില്ല, നിങ്ങളൊരു രാജകുമാരിയല്ലേ. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. ചെറിയ കുസൃതിത്തരമൊക്കെ സാരമില്ല, പക്ഷെ ബുദ്ധിമുട്ടുള്ള ഒരു സമയത്താണെങ്കിൽ നന്നായിട്ട് ബുദ്ധി ഉപയോഗിച്ച് വിവേകത്തോട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. ശരി മാസ്റ്റർ, ഞാനിനി അങ്ങനെ ചെയ്തോളാം.
രാജകുമാരി എത്തി. രാജകുമാരി എത്തി. രാജകുമാരി രാജകുമാരി എത്തിയോ? വളരെ നന്നായി. അക്കുമ്പ മഹാരാജാവിനെ എവിടെയാണ് തടങ്ങളിൽ പറപ്പിച്ചിരിക്കുന്നതെന്ന് അറിയില്ല. ഇരിക്കൂ രാജകുമാരി. ഇനി ഈ രാജസിംഹാസനം നിങ്ങളുടെയാണ്. ഞങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് രാജാഭിഷേകം ചെയ്യാൻ പോവുകയാണ്. മന്ത്രി, രാജാഭിഷേകത്തിന്റെ സമയം ഞാൻ തീരുമാനിക്കും. ദിവസവും ഞാൻ പറയും. ഞാൻ ഏത് സിംഹാസനത്തിൽ ഇരിക്കണമെന്നുള്ളതും ഞാൻ വേണം തീരുമാനിക്കാൻ. മഹാരാജാവിനെ കൊണ്ടുവരൂ. മര്യാദയ്ക്ക് വിടുന്ന നിനക്കൊക്കെ നല്ലത്. പിതാശ്രീ, പിതാശ്രീ. രാജകുമാരി, നിനക്ക് ഇത്രയ്ക്കും ധൃതി എന്തിനാണ് രാജകുമാരി? അച്ഛനും മോളും കണ്ടോളൂ, സ്നേഹം പങ്കുവെച്ചോളൂ. പക്ഷേ നിന്റെ ശക്തി മുഴുവനും ഞാൻ എടുത്തതിനു ശേഷം മാത്രം. ഉള്ളത്ര നാളെ നിനക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ ഇവിടെയും വന്നു അല്ലേ? നിങ്ങളുടെ സമയം എന്തിനാണ് വെറുതെ പാഴാക്കുന്നത്? നിങ്ങൾ രണ്ടുപേരെയും കാണുമ്പോൾ എനിക്കൊരു പഴഞ്ചൊല്ലി ഓർമ്മ വരുന്നു. അല്പന്മാർ എപ്പോഴും അർദ്ധരാത്രിയും കുടപിടിക്കും. ഈ രാജ്യത്തിനും നിങ്ങൾക്കും യാതൊരു ബന്ധവുമില്ല. അതേപോലെ ഈ സിംഹാസനത്തിനും, അതേപോലെ ഈ ജനങ്ങൾക്കും നിങ്ങൾക്കും. ഞങ്ങൾ ഞങ്ങളുടെ മാസ്റ്റർ ഹിംനരേഷന്റെ ആജ്ഞ പാലിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾക്ക് ജീവനുള്ളത്ര നാള് ഞങ്ങള് രാജകുമാരിയെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. അപ്പൊ ഇതാണ് കാര്യം അല്ലേ? മാസ്റ്റർ പത്രോ, കുഴപ്പമൊന്നുമില്ല. നിന്റെ ഈ ജീവൻ ഇപ്പോൾ എന്റെ കയ്യിലാണ് ഉള്ളത്. ഇനി കണ്ടോ? ഇതെന്താ സംഭവിക്കുന്നത്? അവരെ തീർത്തേക്ക്.
ഒറ്റയ്ക്ക് 1 to 1 അടിക്ക്. നിന്റെ മന്ത്രവാദങ്ങളൊന്നും ഇല്ലാതെ. എന്നിട്ട് നോക്ക് നിന്റെ ഞാൻ എന്ത് അവസ്ഥയാക്കുമെന്ന്. ഞാൻ നിന്റെ ഈ ആഗ്രഹം നിറവേറ്റാം മോട്ടു. എല്ലാവരും മാറി നിൽക്കൂ. ആരും അടുത്തേക്ക് വരരുത്. അയ്യോ ഇല്ല അയ്യോ നമ്മളെ കൊണ്ടൊരു കാര്യം നേർവഴിയിൽ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്കതിനെ വേറെ വഴിയിലൂടെ ചെയ്യാം. നീ ആ രാജകുമാരിയെ രക്ഷിക്കാൻ വേണ്ടി നീ എത്രമാത്രം കഷ്ടപ്പെടുന്നു അല്ലേ? ഒരുപക്ഷെ അവൾ ജീവനോടെ ഇല്ലെങ്കിൽ നീ ആർക്ക് വേണ്ടി മത്സരിക്കും? അവളുടെ അടുത്തുള്ള ശക്തിയെ ഞാൻ അവളെ ഇല്ലാതാക്കിയതിനു ശേഷം ഞാൻ അവളുടെ ദേഹത്തുനിന്ന് എന്നെ കൊണ്ട് എടുക്കാൻ കഴിയും. മാസ്റ്റർ മോട്ടു, ഐ എം സോറി മാസ്റ്റർ. ഞാൻ കാരണം നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ. നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. ഇത് ഈ സോംസോം രാജ്യത്തിലെ രാജകുമാരിയുടെ വാക്കാണ്. ഗുരുവും ശിഷ്യനും തമ്മിൽ എന്തൊരു സ്നേഹമാണ്. ഗുരു ശിഷ്യന് വേണ്ടി ജീവൻ പോലും നൽകുന്നു. ഒപ്പം ശിഷ്യൻ ഗുരുവിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി തന്റെ ശക്തി മുഴുവനും പ്രയോഗിക്കുകയാണ്. പക്ഷേ ഞാൻ അവനെ ജീവിക്കാൻ അനുവദിക്കില്ല. കാരണം അവൻ എന്നെ ഒരുപാട് ശല്യപ്പെടുത്തി. രാജകുമാരി രാജകുമാരി, രാജകുമാരി ഇത് പിടിച്ചോളൂ. രാജകുമാരി സൂക്ഷിച്ച്.
ആണ് എന്റെ അകത്തുനിന്നാണ് നീ വിചാരിച്ചത്. എന്താ ശരിയല്ലേ? എന്നാൽ എനിക്ക് മറ്റൊരു പവർ കൂടിയുണ്ട്. അത് നിനക്ക് അറിയില്ല. അക്കുമ, നിന്റെ അകത്തുണ്ടായിരുന്ന മാജിക്കൽ പവേഴ്സ് എല്ലാം, അതും രാജാവിനെ കബളിപ്പിച്ചുകൊണ്ട് നീ നേടിയ മാജിക്കൽ പവേഴ്സ് നിന്റെ ശരീരത്തിൽ നിന്ന് ഞാൻ എടുത്തിരിക്കുന്നു. അതെല്ലാം ഇതിനകത്തുണ്ട്. 1000 വർഷങ്ങളോളം ഞങ്ങളുടെ കുടുംബം ഇത് എവിടെയാണോ സംരക്ഷിച്ചത് അവിടെ ഇത് വീണ്ടും സംരക്ഷിക്കും. ഇനി മഹാരാജാവ് ആഗ്രഹിക്കുന്ന ശിക്ഷ അദ്ദേഹം നിനക്ക് നൽകട്ടെ. അക്കുമ, മഹാരാജാവ് ഭാനുപ്രതാപ് എന്ന ഞാൻ നിന്നെ ജീവിതകാലം മുഴുവൻ കാരാഗ്രഹത്തിൽ അടയ്ക്കാൻ കൽപ്പിക്കുന്നു. ഇവരെ കൊണ്ടുപോകൂ. മാസ്റ്റർ മോട്ടു, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല മാസ്റ്റർ മോട്ടു. മോട്ട് കണ്ടു തുറന്നു. മോട്ടിന് കുഴപ്പമൊന്നുമില്ല. എന്ത് പറ്റി? അക്കുമ എവിടെയാ? വിഷമിക്കുന്ന മോട്ടു, അവനെ രാജകുമാരി തടവിലാക്കിയിരിക്കുക. രാജകുമാരിയോ? അതെങ്ങനെ? എല്ലാം നിങ്ങൾ നൽകിയ ട്രെയിനിങ്ങിലൂടെ. പ്രിയപ്പെട്ട മോട്ടുപത്ലു, നിങ്ങൾ രണ്ടുപേരും എന്റെ മകളെ രക്ഷിച്ചിരിക്കുന്നു. ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. You are welcome, രാജാ ഭാനുപ്രതാപ്. നിങ്ങൾ എനിക്ക് വേണ്ടി നിങ്ങളുടെ ജീവൻ തന്നെ പണയം വെച്ചു. നിങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട് മാസ്റ്റർ മോട്ടു. പത്ലു, എനിക്ക് തോന്നുന്നു നമ്മുടെ രാജകുമാരി ഒരു വലിയ ആളായി പോയി. ഒരു ശരിക്കുള്ള രാജകുമാരിയെ പോലെ സംസാരിക്കണു. നിങ്ങൾ എന്റെ മകളുടെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു. ഇതിന് പ്രതിഫലമായിട്ട് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ധൈര്യമായിട്ട് നിങ്ങൾ ചോദിച്ചു. തൽക്കാലം ഞങ്ങൾക്ക് കുറെ ചൂട് സമോസ തന്നിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. എങ്കിൽ പിന്നെ കഴിച്ചാലോ? വരൂ രാജകുമാരി, വാ. സമോസ, ജയ് ഹോ. സമോസ, സമോസ, സമോസ. നല്ല മണം. സമോസ. Watch India's largest kids library only on Jio Hotstar. Download the app now.